ഇന്ന് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്നതിനെക്കുറിച്ച് പഠിക്കാം. പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഹരിത സസ്യങ്ങൾ, ആൽഗകൾ, ചിലതരം ബാക്ടീരിയകൾ എന്നിവ സൂര്യനിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബോഹൈഡ്രേറ്റാക്കി മാറ്റുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം, ജലം, ക്ലോറോഫിൽ എന്നിവ. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഇലയുടെ അടിയിൽ കാണപ്പെടുന്ന സ്റ്റൊമാറ്റയിലൂടെ ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് മുഖേനയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റിൻ്റെ സെല്ലിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഡിഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിനെയാണ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത സസ്യത്തിൻ്റെ കോശത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അതുമൂലം അന്തരീക്ഷത്തിൽ നിന്ന് ഡിഫ്യൂഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് സസ്യത്തിൻ്റെ കോശത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. സൂര്യപ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. ഹരിതഗണത്തിൽ അടങ്ങിയിട്ടുള്ള വർണ്ണകങ്ങളായ ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ എന്നീ വർണ്ണങ്ങളാണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത്. ഈ വർണ്ണകങ്ങളാണ് പ്രകാശത്തിൽ നിന്നുള്ള ഊർജം ആഗിരണം ചെയ്യുന്നത്. ജലം സസ്യത്തിന് ലഭിക്കുന്നത് മണ്ണിൽ നിന്നാണ്. മണ്ണിലടങ്ങിയിട്ടുള്ള ജലം റൂട്ട് ഹെയർസിലൂടെ ഓസ്മോസിസ് എന്ന പ്രോസസ്സിലൂടെ കോശത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഓസ്മോസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ടറിൻ്റെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും സെമി പെർമേബിൾ മെംബ്രെയിനിലൂടെയുള്ള ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള സഞ്ചാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഓസ്മോസിസിലൂടെ ജലം റൂട്ട് ഹെയറിനകത്തുള്ള സെല്ലിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് ഇവ പ്ലാന്റ്സിൻ്റെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെ സ്പെഷ്യലൈസ്ഡ് സെൽസായ സൈലം സെല്ലിലേക്ക് എത്തപ്പെടുന്നു. സൈലം ടിഷ്യൂസാണ് പ്ലാന്റിന് ആവശ്യമായ ജലം പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷൻ വഴിയും ജലം ഓസ്മോസിസ് വഴിയും കോശത്തിന് അകത്തേക്ക് എത്തപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഓക്സിജനും ഗ്ലൂക്കോസും രൂപപ്പെടുന്നുണ്ട്. ഫോട്ടോസിന്തസിസിന് ആവശ്യമായ ക്ലോറോഫിൽ കാണപ്പെടുന്നത് ഇലകളിലും സസ്യത്തിൻ്റെ ഇളം തണ്ടുകളിലും കാണപ്പെടുന്ന മീസോഫിൽ കോശങ്ങളിലാണ്. ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ കാണപ്പെടുന്ന
ക്ലോറോപ്ലാസ്റ്റ് എന്ന കോശാംഗത്തിൻ്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ എന്ന വർണ്ണകം കാണപ്പെടുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ക്ലോറോപ്ലാസ്റ്റിന് ഒരു ബാഹ്യസ്തരവും ആന്തരസ്തരവും നമ്മൾക്ക് കാണാൻ കഴിയും. ക്ലോറോപ്ലാസ്റ്റിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന മെംബ്രെയിനാണ് ബാഹ്യസ്തരം എന്ന് പറയുന്നത്. ഉള്ളിൽ കാണപ്പെടുന്ന മെംബ്രെയിനെ ആന്തരസ്തരമെന്നും ബാഹ്യസ്തരത്തിനും ആന്തരസ്തരത്തിനും ഇടയിൽ കാണപ്പെടുന്ന ഭാഗത്തിനെ ഇൻ്റർ മെംബ്രെയിൻ സ്പേസുമെന്നുമാണ് പറയുന്നത്. ഏറ്റവും പുറമേയുള്ള ഭാഗം ബാഹ്യസ്തരവും ഉള്ളിലുള്ളത് ആന്തരസ്തരവും ബാഹ്യസ്തരത്തിൻ്റെയും ആന്തരസ്തരത്തിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന ഭാഗം ഇൻ്റർ മെംബ്രെയിൻ സ്പേസുമാണ്. ആന്തരസ്തരത്തിനുള്ളിൽ ദ്രവരൂപത്തിൽ ഒരു ഭാഗം കാണപ്പെടുന്നു. ഈ ഭാഗത്തെയാണ് സ്ട്രോമ എന്ന് പറയുന്നത്. ഈ സ്ട്രോമയ്ക്കുള്ളിൽ സ്തരസഞ്ചി രൂപത്തിൽ ചില ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഇവ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ചിട്ട് ഉണ്ട്. ഈ സ്തരസഞ്ചികളുടെ അടുക്കിനെയാണ് ഗ്രാന എന്ന് പറയുന്നത്. ഓരോ ഗ്രാന സ്ട്രോമ ലാമെല്ല ഉപയോഗിച്ച് പരസ്പരം ബന്ധിച്ചിട്ടുണ്ട്. ഈ തൈലക്കോയിഡ്സ് ഈ സ്തരസഞ്ചികളുടെ ഉള്ളിലാണ് ക്ലോറോഫിൽ എന്ന വർണ്ണകം സ്ഥിതി ചെയ്യുന്നത്. ക്ലോറോപ്ലാസ്റ്റിന് ബാഹ്യസ്തരം, ആന്തരസ്തരം, ഇൻ്റർ മെംബ്രെയിൻ സ്പേസ് എന്നിവയുണ്ട്. ആന്തരസ്തരത്തിനുള്ളിൽ ഒരു ദ്രവരൂപത്തിലുള്ള ഭാഗം കാണപ്പെടുന്നു. അതിനെ സ്ട്രോമ എന്ന് പറയുന്നു. സ്ട്രോമയ്ക്കകത്ത് സ്തരസഞ്ചികൾ പോലെയുള്ളൊരു ഭാഗം കാണപ്പെടുന്നു. അതിനെയാണ് തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഈ തൈലക്കോയിഡ്സ് ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ചിട്ടുണ്ട്. ആ അടുക്കുകളെയാണ് ഗ്രാന എന്ന് പറയുന്നത്. ഓരോ ഗ്രാനയും മറ്റു ഗ്രാനയുമായി സ്ട്രോമ ലാമെല്ല ഉപയോഗിച്ച് പരസ്പരം ബന്ധിച്ചിരിക്കുകയും ചെയ്യുന്നു. ഈ സ്തരസഞ്ചിയായ തൈലക്കോയിഡ്സിന് ഉള്ളിലാണ് ക്ലോറോഫിൽ എന്ന വർണ്ണകം സ്ഥിതി ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസ് ഹരിതകണത്തിൽ വെച്ച് നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടമാണ് ഉള്ളത്. പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം എന്നിവയാണ് അവ. പ്രകാശഘട്ടം എന്ന് പറയുന്ന പ്രവർത്തനം സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. ഇവ നടക്കുന്നത് ഗ്രാനയിൽ വെച്ചാണ്. തൈലക്കോയിഡ്സിൻ്റെ ഒന്നിനു പുറകെ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്ന ആ സ്റ്റാക്കിനെയാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. ആ ഗ്രാനയിൽ വെച്ചാണ് പ്രകാശഘട്ടം നടക്കുന്നത്. ഇവിടെ ജലം വിഘടിച്ച് ഹൈഡ്രജൻ ഓക്സിജനുമായി മാറുന്നു. ഒപ്പം ഊർജ്ജ തന്മാത്രയായ ATPയും ഉണ്ടാകുന്നു. പ്രകാശഘട്ടത്തിൽ ഓക്സിജൻ റിലീസ് ചെയ്യുകയും പ്രകാശഘട്ടത്തിൽ രൂപപ്പെട്ട ഹൈഡ്രജനും ATP ഊർജ്ജ തന്മാത്രയും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതാണ് ഇരുണ്ട ഘട്ടം. ഈ ഇരുണ്ട ഘട്ടം നടക്കുന്നതിന് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല. ഇത് നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചാണ്. സ്ട്രോമ എന്ന് പറഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണപ്പെടുന്ന ദ്രവരൂപത്തിലുള്ള ഭാഗത്തിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. അതിനുള്ളിൽ വെച്ച് പ്രകാശഘട്ടത്തിൽ രൂപപ്പെട്ട ഹൈഡ്രജനും
ഇരുണ്ട ഘട്ടത്തിൽ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡും കൂടിച്ചേർന്ന് ഊർജ്ജ തന്മാത്രയായ ATPയുടെ സഹായത്തോടെ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഇരുണ്ട ഘട്ടത്തിൽ ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷൻ വഴിയാണ് സസ്യത്തിൻ്റെ കോശത്തിനകത്തേക്ക് എത്തുന്നത്. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശഘട്ടത്തിൽ നിന്ന് ഉണ്ടായ ഹൈഡ്രജനുമായി കൂടിച്ചേർന്ന് ഊർജ്ജ തന്മാത്രയുടെ സഹായത്തോടെ ഗ്ലൂക്കോസ് ഉണ്ടാകും. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഓക്സിജൻ റിലീസ് ചെയ്യുകയും ഗ്ലൂക്കോസ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.